ഹരിശ്രീ ഗണപതയേ നമ. വിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം കിഷ്കിന്ധാകാണ്ഡ ദ്വിഷഷ്ടീതമ സർഗ. നിശാകര ഭവിഷ്യാഖ്യാനം. ഏവമുക്ത മുനിശ്രേഷ്ഠമരുദം ദുഃഖിതോ വൃശം അത ധ്യാത്വാ മുഹൂർത്തം ദോ ഭഗവാൻ ഇതമബ്രവീത്. പക്ഷൗചതേ പ്രപക്ഷൗച പുനരന്യോ ഭവിഷ്യത പ്രാണാശ്ച ചക്ഷുഷി ചൈവ വിക്രമശ്ച ബലം ച തേ. പുരാണേഷു മഹത്കാര്യം ഭവിഷ്യതി മയാ ശ്രുതം ദൃഷ്ടം മേ തപസാ ചൈവ ശ്രുത്വാ ച വിദിതം മമ. രാജാ ദശരഥോ നാമ കശ്ചിത് ഇക്ഷ്വാകുനന്ദനഃ തസ്യ പുത്രോ മഹാതേജ രാമോ നാമ ഭവിഷ്യതി. അരണ്യം ച സഹ ഭ്രാത്രാ ലക്ഷ്മണേന ഗമിഷ്യതി അസ്മിൻ അർത്ഥേ നിയുക്തഃ സൻ പിത്രാ സത്യപരാക്രമഃ. നൈഋതോ രാവണോ നാമ തസ്യ ഭാര്യാം ഹരിഷ്യതി രാക്ഷസേന്ദ്രോ ജനസ്ഥാനാത് അവധ്യാസുരദാനവൈഃ. സാജകാമേ പ്രലോഭ്യന്തി ഭക്ഷ്യൈർഭോജ്യൈശ്ച മൈഥിലി ന ഭോഷ്യതി മഹാഭാഗ ദുഃഖേ മഗ്നാ യശസ്വിനി. പരമാനം തു വൈദേഹ്യ നാത്വാ ദാസ്യതി വാസവഃ യദന്നമൃതപ്രജ്ഞം സുരാണാമപി ദുർലഭം. തദന്നം മൈഥിലീ പ്രാപ്യ വിജ്ഞായേന്ദ്രാദിദം തിഥി അഗ്രമുദ്ധൃത്യ രാമായ ഭൂതലേ നിർവപിഷ്യതി. യദി ജീവതി മേ ഭർത്താ ലക്ഷ്മണേന സഹ പ്രഭുഃ ദേവത്വം ഗച്ഛതോർവാപി തയോരന്നമിദം തിഥി. ഏഷ്യന്തന്യോഷകാസ്തസ്യ രാമദൂതാ പ്ലവംഗമാഃ ആഖ്യേയാ രാമമഹിഷി ത്വയാ തേഭ്യോ വിഹംഗമാ. സർവദാ ഹി ന ഗന്തവ്യം യദൃശാ ഗമിഷ്യസി ദേശകാലോ പ്രതീക്ഷസ്വ പക്ഷൗ ത്വം പ്രതിപത്സ്യസി. യഥാ പ്രവൃത്തിം താം സർവാം ആഖ്യാസ്യസി വിഹംഗമാ തഥൈവ പക്ഷോ വർണ്ണശ്ച തവ സർവം ഭവിഷ്യതി. നോത്സഹേയമഹം കർത്തും അദ്യൈവ ത്വാം സഭക്ഷകം ഇഹസ്തത്വം തു ലോകാനാം ഹിതം കാര്യം കരിഷ്യസി. ത്വയാപി ഖലു തത്കാര്യം തയോശ്ച നൃപപുത്രയോഃ ബ്രാഹ്മണാനാം സുരാണാം ച മുനീനാം വാസവസ്യ ച. ഇച്ഛാമ്യഹമപി ദ്രഷ്ടും ഭ്രാതരോ രാമലക്ഷ്മണൗ നേച്ഛേ ചിരം ധാരയിതും പ്രാണാം ത്യക്ഷ്യേ കലേബരം. മഹർഷിസ്ത്വം അബ്രവീദേവം ദൃഷ്ടതത്വാർത്ഥദർശനഃ നേച്ഛേ ചിരം ധാരയിതും പ്രാണാം ത്യക്ഷ്യേ കലേബരം. മഹർഷിസ്ത്വം അബ്രവീദേവം ദൃഷ്ട തത്വാർത്ഥദർശനഃ. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയേ ആദികാവ്യേ കിഷ്കിന്ധാകാണ്ഡേ നിശാകര ഭവിഷ്യാഖ്യാനം നാമ ദ്വിഷഷ്ടീതമഃ സർഗഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കിഷ്കിന്ധാകാണ്ഡത്തിലെ 62-ാമത്തെ സർഗം നിശാകരാനുഗ്രഹം. മാമുനിയോട് ഇത്രയും പറഞ്ഞ് ഞാൻ അത്യന്ത ദുഃഖത്തോടെ കരഞ്ഞു. അല്പനേരം ധ്യാനിച്ചിട്ട് ഭഗവാൻ ഇപ്രകാരം അരുളി ചെയ്തു. നിനക്ക് വേറെ വൻചിറകുകളും ചെറുചിറകുകളും ഉണ്ടാകും. കണ്ണുകളും പ്രാണനും ബലവും വിക്രമവും വീണ്ടുകിട്ടും. വരാനിരിക്കുന്ന ഒരു മഹാകാര്യം പുരാണത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടറിഞ്ഞ കാര്യം തപസ്സുകൊണ്ട് ഞാൻ കണ്ടിട്ടുമുണ്ട്. ഇക്ഷ്വാകുകുലവർദ്ധനായി ദശരഥൻ എന്നൊരു രാജാവ്, അദ്ദേഹത്തിന് രാമൻ എന്നു പേരായി അതിതേജസ്വിയായ ഒരു പുത്രൻ ഉണ്ടാകും. അച്ഛൻ്റെ നിയോഗമനുസരിച്ച് സത്യവിക്രമനായ അദ്ദേഹം സോദരൻ ലക്ഷ്മണനോടുകൂടി കാട്ടിൽ പോകും. സുരന്മാർക്കും ദാനവന്മാർക്കും അവധ്യനായ രാക്ഷസരാജൻ രാവണൻ ജനസ്ഥാനത്ത് നിന്ന് രാമന്റെ ഭാര്യയെ അപഹരിക്കും. കാമ്യങ്ങളായ ഭക്ഷ്യഭോജ്യങ്ങളാൽ പ്രലോഭിതയാകിലും ദുഃഖമഗ്നയും യശസ്വിനിയുമായ അവൾ അതൊന്നും ഭക്ഷിക്കുകയില്ല. സുരന്മാർക്കു പോലും ദുർലഭമായ അമൃതാന്നത്തെ ദേവേന്ദ്രൻ അറിഞ്ഞു സമർപ്പിക്കും. അത് ഇന്ദ്രൻ അയച്ചതാണെന്നറിഞ്ഞ് സീത അഗ്രഭാഗമെടുത്ത് രാമനായിക്കൊണ്ട് ഭൂമിയിൽ സമർപ്പിക്കും. എൻ്റെ ഭർത്താവും ദേവരൻ ലക്ഷ്മണനും ജീവനോടെ ഉണ്ടെങ്കിലും അവർ ദേവത്വം പ്രാപിച്ചെങ്കിലും ഈ അന്നം അവർക്കായി കൊണ്ട് ഭവിക്കട്ടെ എന്ന് സങ്കല്പിച്ച് സമർപ്പിക്കും. രാമനാൽ അയക്കപ്പെട്ട ദൂതന്മാരായ വാനരന്മാർ അവിടെ വരും. അവർക്ക് ഖഗമേ,
നീ രാമപത്നിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. എന്തായാലും നീ പോവരുത്. ഈ മട്ടിലുള്ള നീ എങ്ങോട്ട് പോകും? ദേശവും കാലവും കാത്തിരിക്കുക. നിനക്ക് ചിറകുകൾ ഉണ്ടാകും. നിനക്ക് ഇപ്പോൾ തന്നെ ചിറകുണ്ടാവാൻ ഞാൻ ഉദ്യമിച്ചാൽ ഫലമില്ല. ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നീ ലോകത്തിന് ഹിതകരമായ കാര്യം ചെയ്യും. ആ രാജപുത്രന്മാർക്ക് വേണ്ടിയും ബ്രാഹ്മണർക്കും ഗുരുക്കന്മാർക്കും മുനിമാർക്കും ഇന്ദ്രനും വേണ്ടിയും നീ അക്കാര്യം ചെയ്യണം. സഹോദരന്മാരായ രാമലക്ഷ്മണന്മാരെ കാണാൻ എനിക്കും ആഗ്രഹമുണ്ട്. എന്നാൽ നെടുനാൾ വാഴാൻ ഉദ്ദേശമില്ല. ഞാൻ ശരീരം വെടിയാൻ പോകുന്നു. തത്വദർശിയായ ഋഷി ഇപ്രകാരം അരുളി. ഇതോടുകൂടി 62ാമത്തെ സർഗം അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.